2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. നീതിയുടെ വെളിച്ചം തേടുന്ന ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സെമിനാർ സംഘടിപ്പിച്ചു. നീതിയുടെ വെളിച്ചം തേടുന്ന ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മതത്തിന്റെ പേരിൽ മുതലെടുക്കുന്ന ശക്തികളെ നാം ഒറ്റക്കെട്ടായി നേരിടണമെന്ന് സെമിനാറിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പ്രഭാഷണം നടത്തിയ KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ സിബു ഇരിമ്പിനിക്കൽ അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കാതെ ലോകത്ത് ഒരിക്കലും സമാധാനം സാധ്യമാവുകയില്ല. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെയും എന്നാണ് ബൈബിളിൽ പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സമാധാനമില്ലായ്മയാണെന്ന് വിഷയാവതരണം നടത്തിയ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി സുൽത്താൻ നസീർ അഭിപ്രായപ്പെട്ടു. മനുഷ്യൻ വിലപ്പെട്ട ഒന്നാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ വില തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാലത്താണ് ഈ 3ാം ലോക യുദ്ധത്തെ ഭയപ്പെടുന്നത്. മനുഷ്യർ, ജനങ്ങൾ, പൗരന്മാർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന കാലത്തും തിരഞ്ഞെടുക്കപ്പെട്ടവരെ പിറ്റേന്ന് മുതൽ നമ്മളെ കാണുമ്പോൾ ഭയപ്പെട്ടു തുടങ്ങുകയും അവരുടെ കാറിന്റെ മുന്നിലേക്ക് അറിയാതെ വന്നു തീർന്നവനെ ക്രിമിനലായും ടെററിസ്റ്റായും കരുതുകയും ചെയ്യുന്നത് നമ്മൾ സൃഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ തന്നെ ഉൽപ്പന്നമല്ല. ഇങ്ങനെ വിഷലിപ്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിന്റെ ഉൽപ്പന്നങ്ങൾ നിരന്തരം ഭക്ഷിക്കുകയും സ്വയം മനുഷ്യരല്ലാതാവുകയും ചെറുതാവുകയും ചെറു പ്രാണികളോടൊപ്പം നമ്മളെ തന്നെ പരിഗണിക്കുകയും ചെയ്യുന്ന കേവലം നമ്പറുകളും ഉപഭോക്താക്കളും ആയി അധംപതിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നീതിയെക്കുറിച്ച് കുറച്ചു സമയം ഈ പുസ്തകങ്ങളുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യം. എത്ര കാലം മനുഷ്യർക്ക് ഇതൊക്കെ സാധിക്കും എന്നതും ഈ നിലവിളിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ അഹമ്മദിയ വിശ്വാസികൾ ഇന്ന് സംഘടിപ്പിച്ച നീതിയെക്കുറിച്ചുള്ള ഈ നിലവിളിയുടെ സെമിനാറെന്ന് ഞാൻ മനസ്സിലാക്കി. നീതിക്ക് വേണ്ടി എപ്പോഴും നാം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കണമെന്നാണ് അഹമ്മദിയ ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് സദാ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സമൂഹത്തിനുള്ള ശത്രുത അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളിൽ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു ഭാഗത്ത് തീവ്രവാദത്തെ അപലപിക്കുകയും മറുഭാഗത്ത് തീവ്രവാദ സംഘടനകൾ ആയുധ സഹായം നൽകുകയും ചെയ്യുന്ന രീതിയാണ് വൻകിട രാഷ്ട്രങ്ങളുടേത്. 2ാം ലോകമഹായുദ്ധത്തിൽ 62 ദശലക്ഷം പേർ മരണത്തിനിരകളായി. അതിൽ 40 ദശലക്ഷം ആളുകൾ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. വൻ രാഷ്ട്രങ്ങൾ ചെറിയ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ പോലും സ്വാർത്ഥ താല്പര്യത്തോടെ ഇടപെടുകയും ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുകയും ചെയ്യുന്നു. കേവല നീതി എന്നത് മതം, ജാതി, വർഗം എന്നിവയൊന്നും മാനദണ്ഡമാക്കാതെ എല്ലാവരെയും സമഭാവനയോടെ കാണുക എന്നതാണ്. ഇല്ലെങ്കിൽ നാം ദൈവവിധി നേരിടേണ്ടി വരും. ഓരോ ഹൃദയത്തിൽ നിന്നും നീതിയുടെ പ്രകാശം പൊട്ടിപ്പുറപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ പ്രകാശമായി തീരുമെന്നും അദ്ദേഹം പറഞ്ഞു. മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ ജില്ലാ പ്രസിഡന്റ് ജുനൈദ് അഹമ്മദ്, PB അഹമ്മദ് കബീർ തുടങ്ങിയവരും സംസാരിച്ചു. ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ലോകത്ത് അനീതി നടമാടുമ്പോൾ അസമാധാനം ഉണ്ടാവുകയും അസമാധാനം പതിയെ യുദ്ധത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്നു എന്ന തിരിച്ചറിവിലൂടെ ദൈവിക വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദിയ മുസ്ലിമിന്റെ 5ാമത്തെ ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹ്മദ് അസീസ് കഴിഞ്ഞ 20 വർഷങ്ങളിലേറെയായി ഈ ഒരു വിഷയത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വിവിധ പാർലമെന്റുകളിൽ വിവിധ ലോക നേതാക്കൾക്കും മതപുരോഹിതർക്കും കത്തുകൾ അയക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധ ക്ഷണിക്കുന്നു. ലോകത്ത് സമാധാനം നിലനിർത്തുക എന്നതല്ലാതെ ഇതിൻ്റെ യാതൊരുവിധ രാഷ്ട്രീയ നിലപാടുകളോ അജണ്ടകളോ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് തീർത്തും ഒരു മതപരമായ ആത്മീയപരമായ ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു ഇസ്ലാമിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ആരംഭിക്കട്ടെ. മൗലവി മെഹബൂബ് അഹമ്മദ് ഖുർആൻ പാരായണം നിർവഹിച്ചു. ജില്ലാ അമീർ TK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.